നമസ്തേ. ഏതൊരു മനുഷ്യനും കടബാധ്യതയും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവാം. അതിനെയെല്ലാം തരണം ചെയ്യാൻ ഗുരുവായൂരപ്പനെ തൊഴുകയും ഭഗവത് പ്രീതി നേടുകയും ചെയ്യുക. അതുപോലെ ഗുരുവായൂരമ്പലത്തിൽ ഒരു ചുമർ ചിത്രമുണ്ട്, ഒരു താമരക്കണ്ണൻ. നമ്മളെല്ലാം ഈ താമരക്കണ്ണനെ കണ്ട് തൊഴുത് മടങ്ങാറുമുണ്ട്. എന്നാൽ നമ്മുടെയെല്ലാം മനസ്സിൽ ആ താമരക്കണ്ണൻ മാത്രമാവാം. എന്നാൽ ഇതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ടെന്ന് അവിടുത്തെ തന്നെ തിരുമേനി പറഞ്ഞ ഒരു അറിവാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ താമരക്കണ്ണൻ ഇരിക്കുന്നത് ഒരു കൽപ്പവൃക്ഷത്തിന്റെ താഴെയാണ്. ചുമർ ചിത്രമായതിനാൽ നമുക്ക് വ്യക്തമാവാൻ പാടാണ്. ആ കൽപ്പവൃക്ഷത്തിൽ നിന്ന് സ്വർണവും മരതകവും പവിഴവും എന്ന് വേണ്ട അങ്ങനെയുള്ള സാധനങ്ങൾ വർഷിക്കുന്നതാണ് ഈ കൽപ്പവൃക്ഷം. ഈ കൽപ്പവൃക്ഷത്തിന്റെ താഴെ ഇരുന്നാണ് താമരക്കണ്ണൻ വെണ്ണ കഴിക്കുന്നത്. ചതുരക്ഷരി ഗോപാലമാണ് ആ രൂപത്തിനുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചതുരക്ഷരി ഗോപാലം മനസ്സിൽ വിചാരിക്കുമ്പോൾ പിന്നിൽ കൽപ്പവൃക്ഷവും ആ വൃക്ഷത്തിൽ നിന്ന് വർഷിക്കുന്ന സ്വർണവും രത്നങ്ങളും പിന്നെ താമരക്കണ്ണനെയുമാണ് മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ ഈ കൽപ്പവൃക്ഷത്തിൽ നിന്ന് വീഴുന്നത് എല്ലാ സമ്പൽ സമൃദ്ധിയുമാണ്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഈ ചതുരക്ഷരി മന്ത്രം മനസ്സിൽ വിചാരിക്കുക. ഇതിന് 4 അക്ഷരമാണുള്ളത്. അത് ഇങ്ങനെയാണ്: ഓം ക്ലീം കൃഷ്ണ ക്ലീം. അപ്പോൾ ഈ കലികാലത്തിൽ മന്ത്രജപമാണ് ഏറ്റവും ഉത്തമം. ഈ മന്ത്രം 41 ദിവസമാണ് ജപിക്കേണ്ടത്. ഇനി ഇത് 1008 പ്രാവശ്യം ജപിക്കുക. അതിന് പറ്റിയില്ലെങ്കിൽ 108 തവണ ജപിക്കുക. നമ്മുടെ എല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ട് താമരക്കണ്ണൻ തീർത്തു തരും എന്നാണ് പറയുന്നത്. നമ്മുടെ കടത്തിനൊക്കെ ശമനം കിട്ടിയാൽ ഈ മന്ത്രം കുറയ്ക്കുന്നതാണ് നല്ലത്. വ്യാമോഹം പാടില്ല. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുക. അതിനുശേഷം കൽപ്പവൃക്ഷവും അതിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയും മനസ്സിലേക്ക് ആവാഹിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വിളക്ക് കൊളുത്തുന്ന സമയം, അതായത് രാവിലെ കുളിച്ച് വൃത്തിയായി വിളക്ക് കൊളുത്തി പതിവ് ജപത്തിനൊപ്പം ഈ മന്ത്രം കൂടി ജപിക്കുക. വൈകുന്നേരവും ജപിക്കാം, എങ്കിലും രാവിലെയാണ് ഉത്തമം. ചതുരക്ഷരി ഗോപാലം ഓം ക്ലീം കൃഷ്ണ ക്ലീം. ഇനി ഇപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും ഒരു കാരണവശാൽ അത് മുടങ്ങിയാലും അടുത്ത ദിവസം ഇതിൻ്റെ തുടർച്ചയായി ചൊല്ലാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ദിവസം നോക്കി ഇത് ജപിച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുമെന്നത് ഉറപ്പാണ്. ഓം ക്ലീം കൃഷ്ണ ക്ലീം.